എല്ലാവർക്കും നമസ്തേ. അപ്പോൾ ഇന്ന് മുതൽ എല്ലാ കുട്ടികളും വന്നിരുന്നോളൂ കേട്ടോ. 5th സ്റ്റാൻഡേർഡിൽ കേരള സ്റ്റേറ്റ് സിലബസ് 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ഹിന്ദി ട്യൂഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും എടുത്ത് വന്നിരിക്കുക. നമ്മൾ ഇന്ന് മുതൽ ഹിന്ദി ക്ലാസ്സസ് നമ്മുടെ പാഠഭാഗങ്ങൾ മാത്രമല്ല. ഇപ്പം ഈ 5th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ മക്കൾക്ക് എന്താ പറയുന്നത്, അക്ഷരങ്ങൾ എഴുതാനോ വായിക്കാനോ അറിയാതിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ, ശരിയല്ലേ? പക്ഷെ അത് മാത്രമല്ല കുറെ പേര് പഠിച്ചു വെച്ചിട്ടുള്ളവരുണ്ടാവാം അല്ലേ. ഓക്കെ, അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഡയറക്റ്റ് പാഠഭാഗങ്ങൾ കാണുമ്പോൾ എന്താ പറയുക, ആ സബ്ജക്റ്റിനോട് ഒരു ഇഷ്ടക്കേടൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട് അല്ലയോ. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെയല്ല. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഓരോ ദിവസവും കുറച്ച് അക്ഷരങ്ങൾ പഠിക്കണം അല്ലേ. അത് കഴിഞ്ഞാൽ അക്ഷരങ്ങൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ പയ്യെ പയ്യെ കൂട്ടി വായിക്കാൻ പഠിക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പം അതിനോടൊപ്പം തന്നെ സ്കൂളിൻ്റെ ഒപ്പം കൂടി പോകണ്ടേ. അപ്പം പാഠഭാഗങ്ങൾ നമ്മൾ നോക്കണം അല്ലേ. അപ്പം പാഠഭാഗങ്ങൾ നമ്മൾ എടുക്കും, അതോടൊപ്പം തന്നെ അക്ഷരങ്ങൾ നിങ്ങൾക്ക് പഠിക്കാവുന്ന അത്ര ഒരാഴ്ചക്ക് നിങ്ങൾക്ക് എന്ത് പഠിക്കാവോ, എന്ത് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രമാത്രം ക്ലാസ്സുകൾ നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് സ്വരാക്ഷരങ്ങളുടെ പകുതി പഠിക്കാം. നിങ്ങൾ ഇച്ചിരി വലിയ കുട്ടികളല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക, ഒരക്ഷരം രണ്ടക്ഷരം അങ്ങനെയല്ല പഠിക്കണ്ടേ, കുറച്ചധികം അക്ഷരങ്ങൾ ഒരുമിച്ച് പഠിച്ചെടുക്കാൻ പറ്റും. ഒരുപാടൊന്നും പഠിക്കണ്ട, ഒരു 6 7 അത്ര അക്ഷരങ്ങൾ എങ്ങനെയാണോ അതിനെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ആ രീതിയിൽ നമ്മൾ പഠിപ്പിക്കും കേട്ടോ. അപ്പോൾ കാരണം 5th മക്കളല്ലേ, നമ്മൾ നഴ്സറിയിൽ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ കൈ പിടിച്ചെഴുതിക്കുക, അതുപോലെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കും അല്ലേ. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നമ്മുടെ സ്വരാക്ഷരങ്ങൾ അ ഇ ഈ ഉ അല്ലേ, അവിടെ വരെ. അത് കഴിഞ്ഞ് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ എടുക്കാം. അത് മാത്രമല്ല, നിങ്ങളുടെ പാഠഭാഗത്ത് നിന്നുള്ള ആദ്യത്തെ കവിതയും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ അല്ലേ. ആദ്യം തന്നെ ഞാൻ അക്ഷരങ്ങൾ എഴുതുമ്പോൾ ഞാൻ എങ്ങനെയാണോ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെയായിരിക്കണം നിങ്ങൾ എഴുതി പഠിക്കേണ്ടത്. പാരൻസ് കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ അമ്മ എന്നല്ലേ പറഞ്ഞു പഠിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ എ ഫോർ ആപ്പിൾ അങ്ങനെയല്ലേ പറഞ്ഞു പഠിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഹിന്ദിയുടെ ടെക്നിക്ക്. ആസെ അനാർ എന്ന് തന്നെ പറഞ്ഞു പഠിക്കണം മക്കള്. കാരണം അത് ഇതിൻ്റെ ഒരു ഈസി സ്റ്റെപ്പാണ്. നമ്മുടെ അക്ഷരങ്ങൾ മക്കൾക്ക് മനസ്സിൽ തറവാക്കി എടുക്കാനുള്ള ഒരു ഈസി വേ ആണത്. അപ്പം നമ്മൾ ബേസ് എന്തായാലും ക്ലിയർ ചെയ്യാതെ നമുക്ക് ഒരു ധൃതിയും വേണ്ട. ബേസ് ക്ലിയർ ചെയ്ത് പോട്ടെ മക്കൾ. ബേസ് ക്ലിയർ ചെയ്താൽ മാത്രമേ അത് മുന്നോട്ടേക്ക് നമുക്ക് ഒരു ഗുണം ഉണ്ടാവുള്ളൂ. അതല്ലാതെ നമ്മൾ ഓടിപ്പോയി പഠിച്ച് ഫുൾ മാർക്ക് മേടിക്കുക എന്നുള്ളതിന് ഒരു പ്രസക്തി കൊടുക്കരുത്. ഇപ്പോൾ നമ്മൾ ഹിന്ദിയിൽ ബേസ് ഉണ്ടാക്കിയെടുക്കുക. ബേസ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്വയമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ആ സബ്ജക്റ്റിനോട് ഒരു ഇഷ്ടം വരും. അതല്ല ഈ 10th ക്ലാസ് വരെ അവർക്കൊരു ബേർഡനായിട്ട് ഫീൽ ചെയ്യും. ഹിന്ദി എന്നുള്ളൊരു പേടി അവരിൽ വരും. ആ ബേസ് അവർക്ക് കൊടുത്തു നോക്കുമോ, ഉറപ്പായിട്ടും അവർക്ക് ഹിന്ദി ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് എളുപ്പമായിട്ട് അവർക്ക് സ്വയമായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ക്ലാസ്സസ് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ എഴുതി കാണിക്കാം. ഇനി എൻ്റെ ഫേസ് ഞാൻ കാണിക്കുന്നില്ല, ഞാൻ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ എഴുതുമ്പോൾ ഞാൻ എന്താണ് പറയുന്നത് ആ രീതിയിലായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ശരി. അപ്പോൾ ഞാനിവിടെ മലയാളത്തിൽ അ ഇ ഈ ഉ ഋ നമ്മുടെ സ്വരാക്ഷരങ്ങൾ പകുതി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഹിന്ദിയിൽ എഴുതാൻ പഠിക്കാം. ഓക്കെ, ആദ്യം തന്നെ എന്താണ് അമ്മ എന്നാണല്ലേ നമ്മൾ മലയാളത്തിൽ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഹിന്ദിയിൽ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതുക, ഒരു 3 പോലെയാണ് എഴുതുന്നത്. നോക്കിക്കോ. പക്ഷെ ബാക്കിൽ ഇത്തിരി വലിച്ച് മേലോട്ട് വെക്കണം കേട്ടോ, ഇതുപോലെ. എന്നിട്ട് ഇതുപോലെയാണ് ആ എന്ന് എഴുതുന്നത്. ആ എന്നാണ് വായിക്കുക. ആസെ അനാർ എന്നാണ് പറയാം. ആസെ അനാർ. അനാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതള നാരങ്ങയാണ് കേട്ടോ. ഇവിടെ പിക്ചറിൽ നോക്കി നിങ്ങൾ മനസ്സിലാക്കണേ. ഇനി എന്ന് എഴുതാനായിട്ട് എഴുതിയിട്ട് ഒരു വരയും കൂടി ഇട്ടാൽ മതി. കണ്ടോ? എന്നിട്ട് മേലെ വരയ്ക്കാം. മേലെ വരയ്ക്കുമ്പോൾ 3 പോലെ എഴുതിയെടുത്ത് വരയ്ക്കരുത് കേട്ടോ. ശരി. ആസെ ആം, മാംഗോ ആണ് കേട്ടോ, ആം. ഇനി ഈ എഴുതിയത് കണ്ടോ, വളരെ ഈസി അല്ലേ. ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംലി എന്നാണ് ഹിന്ദിയിൽ അതിന് നമ്മൾ പറയുന്ന വേർഡ് കേട്ടോ. ഈസെ ഇംലി. ഇംലി എന്ന് പറഞ്ഞാൽ പുളി. ഈസെ ഇംലി. അടുത്തത് ഈ കണ്ടോ, ഇതിൻ്റെ മുകളിലൊരു കുനിപ്പ് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് അല്ലേ. ഇതിനെ ഈക്ക്. ഈസെ ഈക്ക് എന്ന് പറയാം. ഈസെ ഈക്ക് എന്ന് പറഞ്ഞാൽ കരിമ്പാണ് കേട്ടോ. അടുത്തത് ഊ നോക്കൂ,
ആ എഴുതിയുടെ ഉള്ളിൽ നിന്ന് വരച്ചില്ലെന്നേ ഉള്ളൂ കേട്ടോ. ആയുടെ പകുതിയേ ഉള്ളൂ. ഊസെ ഉല്ലു, ഔളിനെയാണ് പറയുന്നത് കേട്ടോ, ഉല്ലുന്ന്. ഊസെ ഉല്ലു. അടുത്തത് നോക്കിയോ, കണ്ടു. അതുപോലെ തന്നെ ഉള്ളിന്ന് ഇങ്ങോട്ട് വരച്ചപ്പോൾ ഊന്നായി. ഊസെ ഊൻ, നൂലാണ് കേട്ടോ, കമ്പിളി നൂലാണ്, അത് ഊൻ എന്ന് പറയുന്നത്. ഇനി ഋഷി നോക്കിക്കോ, വളരെ സിമ്പിളായിട്ട് എഴുതാം. നോക്കിയേ, ഇതുപോലെയാണ് എന്ന് പറയുന്നത് കേട്ടോ. ഋസെ ഋഷി, മുനി അല്ലേ, ഋസെ ഋഷി. ഇപ്പൊ എന്തൊക്കെ നമ്മൾ എഴുതി? ആസെ അനാർ, ആസെ ആം, ഇസെ ഇംലി, ഈസെ ഈക്, ഉസെ ഉല്ലു, ഊസെ ഊൻ, ഋസെ ഋഷി. ഇത്ര എഴുതിയില്ലേ നിങ്ങൾ? ഇതാണ് ഇന്ന് നിങ്ങൾക്ക് എഴുതാൻ ഒറ്റ പ്രാവശ്യം എഴുതുമ്പോൾ തന്നെ ഇതെല്ലാം അറിയുന്നവരുണ്ടാവും, അറിയുമായിരിക്കും. എന്നാൽ പോലും നിങ്ങൾ ഒരു ഫുൾ ലൈൻ ആസെ അനാർ എഴുതണ്ട, അനാർ വായിൽ മാത്രം വന്നാൽ മതി. എന്ന് മാത്രം നിങ്ങൾ എഴുതുക. ആസെ അനാർ എന്ന് പറയുക. ആസെ അനാർ എന്നൊരു ഫുൾ ലൈൻ എഴുതുക. ആസെ ആം എന്നുള്ളതിൽ മാത്രം എഴുതുക. സെ ആം എന്നുള്ളത് വായിൽ പറയാം. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇങ്ങനത്തെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അക്ഷരങ്ങൾ തറവാകും. ഇപ്പം നമ്മൾ താസെ തെർമസ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, മുന്നോട്ട് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, പാരൻസിന് മനസ്സിലാവും. തെർമസ് എന്ന് എഴുതാൻ നമ്മളോട് പറഞ്ഞു. ഈവൻ പാരൻസ് ആയാലും ഏത് തായ എഴുതുക? ഒരുപാട് താ കേട്ടിട്ടുണ്ട്. ഇതിൽ ഏത് വരും? ഇത് ഏത് വരും എന്നുള്ളത് ഇതിന്റെ ബേസ് ഇങ്ങനെയാണ്. ഇതിങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ തെർമസിന്റെ അതായിരുന്നു തെർമസിന്റെ താന്ന് നമുക്ക് ഓർമ്മ വരും. കേൾക്കണ്ടല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ പഠിക്കുക. ഇനി നമുക്ക് പാഠഭാഗങ്ങളിലേക്ക് പോവാം. ആദ്യം തന്നെ ബുക്കിലെ ഈ ഒരു പേജ് എടുത്ത് എല്ലാവരും ഇതിൽ നമ്മൾ ഫില്ല് ചെയ്യണം അല്ലേ. നാം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. നെയിമാണ്, പേരാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ. അടുത്തത് എഴുതിയിരിക്കുന്നത് കക്ഷ എന്ന് പറയുന്നത് ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾ ഏത് ക്ലാസ്സാ? 5th അല്ലേ? അപ്പോൾ ക്ലാസ് എഴുതണം കേട്ടോ. പിന്നെ സ്കൂൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, അവരൊരു പഠിക്കുന്ന സ്കൂളിൻ്റെ നെയിം എഴുതണം. ഓക്കെ, ശരി. ഇനി അടുത്ത പേജിൽ എന്താ? അടുത്ത പേജിൽ ഒരു വലിയ ചിത്രമാണ് അല്ലേ, 2 പേജ് ഫുള്ളായിട്ടുള്ള ഒരു വലിയ ചിത്രം. ഇതിലെന്താ നമുക്ക് കാണിക്കുന്നത്? സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് അല്ലേ, അതുപോലെ തന്നെ പക്ഷികളിങ്ങനെ പറന്ന് നടക്കുന്നു. പിന്നെന്താ, പൂമുട്ടുകളെല്ലാം പൂക്കളായി വിരിഞ്ഞ് പൂവിൽ നിന്നും ചിത്രശലഭങ്ങൾ തേൻ കുടിക്കുന്നു. അപ്പം ഇതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിന് മുൻപ് എന്താ എഴുതിയിരിക്കുന്നത്? ഇക്കായി ഏക്ക് എന്നാണ്. ഇക്കായി എന്ന് പറയുന്നത് യൂണിറ്റിനെ ഹിന്ദിയിൽ പറയുന്നത് ഇക്കായി ഏക്ക്. ദുലാരെ പൽ എഴുതിയിരിക്കുന്നത് വായിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. എന്തെന്നാ എഴുതിയിരിക്കുന്നത്? ദുലാരെ പൽ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ദുലാരെ പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുലാരെ പ്രിയപ്പെട്ട നിമിഷങ്ങൾ എന്നാണ്. ഓക്കെ, പ്രിയപ്പെട്ട നിമിഷങ്ങൾ, അതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് തന്നെ ഇക്കായി 1ന്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ കവിത. എന്താ പേര്? ധൂപ് ആ ഗയി. എല്ലാവർക്കും വായിക്കാൻ പറ്റില്ല എന്നറിയാം, പക്ഷെ ഇത് നമ്മൾ വായിച്ചേ പറ്റൂ, പഠിച്ചേ പറ്റൂ, മനസ്സിലാക്കിയേ പറ്റൂ അല്ലേ. അപ്പം നമുക്ക് വായിക്കാം. ഓക്കെ. ധൂപ് ആ ഗയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൂപ് വെയിൽ, ആ ഗയി വന്നു, വെയിൽ വന്നു. ഇവിടെ എന്താ കവി ഉദ്ദേശിച്ചിരിക്കുന്നത്? വെയിൽ വന്നു. നമ്മൾ ആദ്യത്തെ പേജിൽ കണ്ടു അല്ലേ, സൂര്യൻ ഉദിച്ചു വന്നു, അതാണ്. ഓക്കെ, ശരി. അപ്പോൾ ആദ്യത്തെ ലൈൻ എന്താ? ധൂപ് ആ ഗയി സുബഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ വന്നു. സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ. കീ എന്ന് ഉദ്ദേശിക്കുന്നത് ഉടേ അല്ലെങ്കിൽ ഇൻ്റെ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് കേട്ടോ. രാവിലത്തെ നല്ലല്ലോ വരിക, രാവിലത്തെ. ഓക്കെ, രാവിലത്തെ വെയിൽ വന്നു. കലിയാം പ്യാരി മെഹക്കീം. കലിയാം എന്ന് ഉദ്ദേശിക്കുന്നത് കലി എന്നാണ് കേട്ടോ. ഈ വള്ളി ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കലി, പൂമൊട്ട്. കലിയാം എന്ന് പറയുമ്പോൾ ബഹുവചനായി കേട്ടോ. കലിയാം പ്യാരി മെഹക്കീം എന്ന് പറഞ്ഞാൽ പൂമുട്ടുകൾ പ്യാരി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ മനോഹരമായ മെഹക്കീം, സുഗന്ധം പരത്തി എന്നാണ് കേട്ടോ. പൂമുട്ടുകൾ മനോഹരമായി സുഗന്ധം പരത്തി. മനസ്സിലായോ? ഇനി കലിയാം ക്യാരി മെഹക്കീം. ക്യാരി എന്നുദ്ദേശിക്കുന്നത് ഇതിൽ കവി ഉദ്ദേശിച്ചിരിക്കുന്നത്
പൂത്തടങ്ങൾ എന്നാണ് കേട്ടോ. നമുക്ക് ക്യാരി എന്ന് പറയും. ക്യാരി എന്നുള്ളത് കിടക്ക എന്നുള്ളൊരർത്ഥമുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? പൂത്തടങ്ങൾ. കലിയാം പൂമുട്ടുകൾ, പൂത്തടങ്ങളെല്ലാം സുഗന്ധം പരത്തി. അതാണ് കേട്ടോ. കലിയാം ക്യാരി മെഹക്കീം. ഇനി എന്താ? കലിയാം ഇത്തനി സാരി മെഹക്കീം. പൂമുട്ടുകൾ ഇത്തനി സാരി എന്ന് വെച്ചാൽ ഒരുപാട് സുഗന്ധം പരത്തി. മനസ്സിലായോ? അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമുക്കൊന്നുകൂടി വായിച്ചു നോക്കാം. ഓക്കെ. ധൂപ് ആ ഗയി സുബഹ സുബഹ കി, കലിയാം പ്യാരി മെഹക്കീം. കലിയാം ക്യാരി മെഹക്കീം, കലിയാം ഇത്തനി സാരി മെഹക്കീം. അപ്പോൾ നമുക്ക് ഈ പദ്യം പഠിച്ചെടുക്കാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പാട്ടായിട്ട് അങ്ങോട്ട് പാടി നടക്കുക അല്ലേ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് അപ്ഡേഷൻ ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു പാട്ടായിട്ട്. അപ്പോൾ ആ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈണത്തിൽ, അവർ പറയുന്ന ഈണത്തിലൊക്കെ പാടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈണത്തിൽ ഈ 4 വരി നിങ്ങൾ പാടിക്കൊണ്ട് കിടക്കുക. അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്കും ഈ 4 വരി പഠിച്ചെടുക്കണം കേട്ടോ. നമുക്ക് 2 വരി ഒന്ന് പാടി നോക്കിയാലോ. ടീച്ചർക്ക് അത്രയും പാടാനൊന്നും അറിയില്ല, എന്നാലും ഒരു 2 വരി. ഓക്കെ. धूप आ गई सुबह सुबह की, कलियां प्यारी महकी. धूप आ गई सुबह सुबह की, कलियां प्यारी महकी. അപ്പോൾ ടീച്ചർ 2 വരി ഒന്ന് പാടി കളിപ്പിച്ചതാണ്. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നിങ്ങളൊന്ന് പാടുക. പാട്ട് പോലെ തന്നെ ഈ കവിതയൊന്ന് പഠിച്ചെടുക്കുക. ഓക്കെ. ഇനി നമുക്ക് ഹോംവർക്ക് നോക്കാം. എന്താണ് ഇന്നത്തെ ഹോംവർക്ക്? ഈ 4 വരിന്ന് ഓൾറെഡി ഞാൻ ഹോംവർക്ക് തന്നിട്ടുണ്ട് അല്ലേ. നമ്മുടെ സ്വരാക്ഷരങ്ങളുടെ പകുതി ഭാഗം നിങ്ങൾക്ക് പഠിക്കണം, എഴുതണം. അതുപോലെ തന്നെ ഈ 4 വരിന്ന് നമുക്ക് ഈ വേർഡ്സ് എല്ലാം എഴുതി പഠിക്കണം. എനിക്കറിയാം നിങ്ങൾക്ക് ഈ വേർഡ്സ് ഒന്നും അറിയില്ല. ഒന്നും അറിയാത്ത മക്കൾക്ക് ഈ പാഠഭാഗം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് തന്നിട്ടില്ലയോ. അപ്പോൾ അതിനർത്ഥം എന്താ? ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് സുഖമായിട്ട് അക്ഷരങ്ങളെ പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് തറവായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മെനക്കെട്ടേ പറ്റൂ. അതുകൊണ്ടാണ് നിങ്ങളെ അക്ഷരങ്ങൾ വേറെയായിട്ട് ക്ലാസ്സോടുകൂടി പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും ടീച്ചർ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ എഴുതിയെടുക്കുക. ഒരു 3 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് എഴുതുക. നിങ്ങളുടെ റഫ് ബുക്കിൽ എഴുതി പഠിക്കണം. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇരിക്കുമ്പോഴത്തേക്കും ഈ 4 വരി പഠിച്ചിട്ടുണ്ടാവണം. സ്വരാക്ഷരങ്ങൾ നല്ല തറവാക്കിയിട്ടുണ്ടാവണം. വരെ അതുപോലെ തന്നെ ഈ തരുന്ന വേർഡ്സ് അതും നിങ്ങൾ എഴുതി പഠിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ബൈഹാർട്ടൊന്നും ചെയ്യണ്ട കേട്ടോ, മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ. അപ്പം ശരി, ഹോംവർക്ക്. അപ്പോൾ ഇതെല്ലാമാണ് ആ വേർഡ്സ്. ധൂബ് ആദ്യത്തെ എന്താണ്? ധൂബ്. അടുത്തത് സുബഹ്, സുബഹ്. കലിയാം പ്യാരി, പിന്നെ മെഹക്കീം. ക്യാരി ഇത്തനി സാരി. ഓക്കെ. അതുകൂടാതെ തന്നെ ഇത് എഴുതിയിരിക്കുന്നത്, ഈ കവിത എഴുതിയിരിക്കുന്ന ആരാ? പ്രയാഗ് ശുക്ല. ഓക്കെ. ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ നാളെയാണ് സാറ്റർഡേ സൺഡേ ആണ് 5th സ്റ്റാൻഡേർഡിലെ മക്കൾക്ക് വേണ്ടി ട്യൂഷൻ ചെയ്യുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെയായിരിക്കും പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കേണ്ടി വരും കേട്ടോ. അമ്മമാരുടെയോ അല്ലെങ്കിൽ പപ്പമാരുടെയോ ഒക്കെ സഹായം എടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് നേരം ഫോണിലൊന്നും കുത്തിയിരിക്കേണ്ട. ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക, നല്ലപോലെ പഠിക്കുക. നല്ല സുഖമായിട്ട് നമുക്ക് ഹിന്ദി മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ, ബൈ.